ഇപ്പോൾ നസ്രിക്ക് തോന്നാം, ഇപ്പോൾ ഈ ഒരു കണ്ടൻറ് റൈറ്റിങ്ങിൽ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം കണ്ടൻറ് റൈറ്റിങ്ങിൽ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടൻറ് റൈറ്റേഴ്സിൻ്റെ ചാൻസ് പോയോ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്തോ എന്ന് ചിന്തിക്കാം. അത് നാച്ചുറലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒബ്ജക്റ്റീവിനെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് അത് ആ ഒബ്ജക്റ്റീവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് സൊല്യൂഷനായിട്ട് ആളുകളുടെ മുമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് വിൽ ലാസ്റ്റ്. നേരെ മറിച്ച് ഒരു നോർമൽ ഒരു ക്ലീഷേ പോലെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല. അങ്ങനെയാണത് വരുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് സൊല്യൂഷൻ തരും, പക്ഷേ അതിന് ഇമോഷൻ വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് ലോജിക്കൽ റീസണിങ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ടൻറ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് എന്ന് പറയുകയാണെങ്കിൽ നോൺ ലീനിയർ അപ്രോച്ചാണ്. രണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആംബിഗ്വിറ്റിയാണ്. ഈ നോൺ ലീനിയർ അപ്രോച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡയറക്റ്റ് ഒരു A to Z പറഞ്ഞു പോകുന്നതിന് പകരം അതിൽ കുറേ ഫ്ലാഷ് ബാക്ക്സ് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് ആളുകളെ ജസ്റ്റ് കണ്ടു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ബൗദ്ധികമായിട്ട് അവരെ ഫോളോ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ബാക്കോട്ട് പോകും, തിരിച്ച് കറണ്ട് സ്റ്റോറിയിലേക്ക് വരും, പിന്നെ ബാക്കോട്ട് പോകും. അങ്ങനെ ആ ഒരു സ്റ്റോറി നേരിട്ട് പറയാതെ ലെയേഴ്സായിട്ട് കുറച്ച് പിറകോട്ടും മുന്നോട്ടും പോകുന്ന അതിനെയാണ് നോൺ ലീനിയറായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറീസ് എപ്പോഴും നോൺ ലീനിയറാണ്. നമ്മളിപ്പോൾ അതൊരു ക്രോണോളജിക്കലി 1 by 1 ആയിട്ടല്ല, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ ഓർമ്മയിലെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രോമ, ചില പേടിപ്പെടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ്. അതല്ല ഒരു ഈ പറഞ്ഞ രീതിയിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല. ഇനി അതുമല്ല, നമ്മുടെ ഇമോഷൻസ് എല്ലാം വരുന്നത് അസോസിയേറ്റഡ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇമോഷനിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന മാതിരിയായിരിക്കും വേറെ എന്തെങ്കിലും സംഭവങ്ങൾ റിലേറ്റഡ് വരിക.